കഴുത്തർത്തവന്റെ വീട്ടുകാർക്ക് മകളുടെ ശരീരം വിട്ടുകൊടുക്കുവാൻ കാരണം. കുവൈത്തിൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിൽ മലയാളി നഴ്സ് ദമ്പതികളായ കണ്ണൂർ സ്വദേശി സൂരജിനെയും ഭാര്യ എറണാകുളം കീഴിലം സ്വദേശിയായ ബിൻസി തോമസിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സൂരജ് ഭാര്യയെ ക്രൂരമായി കൊന്ന് സ്വയം കുത്തിമരിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും വിളിക്കുവാൻ ശ്രമിച്ചിരുന്നോ എന്നറിയുവാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് കൊലപാതകത്തിന് ശേഷം സൂരജ് തന്റെ കൂട്ടുകാരെ വിളിച്ചിരുന്നെന്നും ഭാര്യയെ തന്റെ കൈകൊണ്ട് കൊലപ്പെടുത്തിയെന്നും താനും പോവുകയാണെന്നും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. സൂരജ് തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും വാട്സപ്പിൽ നിന്ന് തന്റെ സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് മടങ്ങി വന്ന രണ്ടുപേരും തമ്മിൽ കലഹമുണ്ടായെന്നും തുടർന്ന് സൂരജ് ബിൻസിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് ലഭ്യമായ വിവരം. പെട്ടെന്നുള്ള കോപത്താലല്ല സൂരജ് ബിൻസിയെ കൊന്നത്. ദിവസങ്ങൾക്ക് മുമ്പേ കൃത്യമായ പ്ലാനിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു. സൂരജ് 2 ദിവസം മുമ്പ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ച് അവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. സൂരജ് ക്ഷിപ്രകോപിയാണെന്നും ദേഷ്യം വന്നാൽ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാണ് സൂരജ് എന്നും ബിൻസി കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന കാലത്താണ് ബിൻസി സൂരജിനെ കണ്ടുമുട്ടുന്നതും ഇഷ്ടത്തിലാകുന്നതും. സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കാവസ്ഥയിലായിരുന്ന സൂരജിന് പഠിക്കുവാൻ പോലും പണം നൽകി പഠിപ്പിച്ചതും കുവൈത്തിലെത്തിച്ചതുമെല്ലാം ബിൻസി ജോലി ചെയ്ത പണം കൊണ്ടായിരുന്നു. അതിനിടെ ബിൻസിക്ക് കുവൈത്തിൽ ഡിഫൻസ് സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈത്തിലേക്ക് തൻ്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു. സൂരജിനേക്കാളും മുൻപേ കുവൈത്ത് പ്രതിരോധ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായി ജോലി കിട്ടിയതും ഉയർന്ന ശമ്പളവുമെല്ലാം ബിൻസിക്കായിരുന്നു. ഇതിൻ്റെ എല്ലാം കോംപ്ലക്സ് സൂരജിനുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സൂരജ് ബിൻസിയെ അപമാനിക്കുമായിരുന്നു എന്ന് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ബിൻസിയുടെ സഹപ്രവർത്തകർ ITV ന്യൂസിനോട് പറഞ്ഞു. എങ്കിലും ബിൻസി സൂരജിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളായി ഇവർ കുവൈറ്റിലാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർ. ബിൻസിയും വലിയ സാമ്പത്തിക നിലയിലുള്ള ആളൊന്നുമായിരുന്നില്ല. ബിൻസിയുടെ പിതാവ് ഒരു തടിമില്ലിലെ ജീവനക്കാരനായിരുന്നു എന്നും ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റിയിരുന്നുവെന്നും കുവൈറ്റിൽ ഇവരുടെ അടുത്ത കുടുംബ സുഹൃത്തായ ജോഷുവ ITV ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോഴും ബിൻസി കുടുംബത്തെ സഹായിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് സൂരജിന് ഇഷ്ടമല്ലായിരുന്നു എന്നും അറിയുവാൻ കഴിയുന്നു. രണ്ടുപേർക്കും കൂടി ഏകദേശം 10 ലക്ഷത്തിൽ പരം രൂപ ശമ്പളമായി ലഭിച്ചിരുന്നു എന്നും അതിനാൽ തന്നെ സാമ്പത്തികമായ ബാധ്യതകളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ഇനി കുവൈത്തിൽ ഇവരുടെ കുടുംബ സുഹൃത്തായ ജോഷുവയുടെ വാക്കുകൾ കേൾക്കുക. ഇവര് എറണാകുളം ജില്ലയില് കൂഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. വരുമ്പോ കട്ടക്കകത്തുനിന്നാ വീട്ടുപേര്. കട്ടക്കകത്ത് തോമസിന്റെ മകളാണ്. അവരെത്ര കുട്ടികളാ? അവര് ഒരാണും ഒരു പെണ്ണും. ബിൻസിയുടെ വീട്ടില് 2 കുടുംബാംഗങ്ങളാണ് ഉള്ളത്. ഈ പുള്ളിക്കാരി കുവൈറ്റിലായിരുന്നു നേഴ്സായിട്ട്. ഈ പുള്ളിക്കാരിയാണ് ഈ നിലയിൽ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു. അവർ സൂരജിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഡൽഹിയിലായിരുന്നു. അവിടെ ഇവനെ പഠിപ്പിക്കാനും കാര്യങ്ങളെല്ലാം ബിൻസിയാണ് ചിലതിന് കൊടുത്തു. ഇവരെങ്ങനെ പഠിക്കുന്ന സമയത്ത് കണ്ട് പരിചയപ്പെട്ടാണ്? ഡൽഹിയിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് കണ്ടതാണെന്നാണ് അവിടെ നമുക്കറിയാവുന്ന കാര്യം. അതിനുശേഷം സാമ്പത്തികമായിട്ട് പുള്ളിക്കാരന് അധികം ഇതൊന്നും ഉണ്ടായില്ല. പുള്ളിക്കാരി തന്നെയാണ് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും കൊടുത്ത് കുവൈറ്റിലേക്കൊക്കെ കടത്തി കൊണ്ടുപോയത്. ജീവിതം നല്ല രീതിയിലായിരുന്നു. പക്ഷെ കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു സംശയരോഗിയായിരുന്നു. പിന്നെ ഒരു ആസ്ട്രേലിയയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈസ്റ്ററിനൊക്കെ ഇവിടെ വന്നിച്ച് പോയതാണ് ഇവരൊക്കെ. ആസ്ട്രേലിയക്ക് പോകാനിരുന്ന സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. ആസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ തൽക്കാലം കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിൻ്റെ ബേസിലാണ് അവിടെ കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയായിരുന്നത്. അതിനുശേഷം ഇവർ അങ്ങോട്ട് പോകാനുള്ള പരിപാടി ഇട്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് കുവൈറ്റിൽ വെച്ചിപ്പോൾ ഈ ക്രൂരകൃത്യം നടക്കണേ. പുള്ളി ഒരു മൊത്തത്തിലൊരു സംശയരോഗിയായിരുന്നു എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ നമുക്ക് കിട്ടിയേക്കണ ലോക്കൽ ഒരു ഇൻഫർമേഷൻ. വീട്ടുകാര് കാര്യങ്ങളൊന്നും തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. അവന് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ. ഇവനെ ഇഷ്ടപ്പെട്ട് വീട്ടുകാരൊക്കെ വിവാഹത്തിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് വിലക്കേറുന്ന. പക്ഷെ അവനെ ഇഷ്ടപ്പെട്ട് ഇവള് ഡൽഹി പഠിക്കാൻ പോയ കാലം തൊട്ട് ഇവനെ പിക്കപ്പ് ചെയ്ത് എങ്ങനെയും കൊണ്ടുവന്ന ഒരു ലൈഫ് പാർട്ണർ ആക്കുക എന്നുള്ളത് ഒരു ദൃഢ നിശ്ചയത്തിലായിരുന്നു പെൺകുട്ടി. അവൻ തന്നെ ഇവളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. മൂർഖമ്മാമനെ തന്നെ വളർത്തിയെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ബിൻസിയുടെ അപ്പം ക്രിസ്ത്യൻ യാക്കോബിറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്.
ഒരു മില്ലില് തടി കട്ട് ചെയ്യുന്ന ആളായിരുന്നു. മില്ലിൽ തടിപ്പണിയായിരുന്നു. ഉരുപ്പടി അറുത്ത് കൊടുക്കല് മില്ലില്, തടി മില്ലില്. അപ്പൊ ഒരു 4 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി. വേറെ ഒരാളുടെ പുറകെ ലിഫ്റ്റ് ചോദിച്ച് പോയതാ. മണ്ണൂര് ജംഗ്ഷനിൽ വെച്ച് സ്റ്റേറ്റ് ഹൈവേയിൽ വെച്ച് ആക്സിഡന്റ് പറ്റിയിട്ട് പുള്ളിയുടെ കാല് മുറിച്ച് മാറ്റേണ്ട വന്നു. അങ്ങനെ പുള്ളി വൈകല്യമുള്ളവനായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. വടിയില് വെപ്പുകാലും സ്ട്രക്ചറിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. മകള് വിദേശത്ത് പോയി അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച പ്രാപിച്ചിരുന്നോ? അവരായിരുന്നു ഇവർക്കൊരു കൈത്താങ്ങലായിട്ടുണ്ടായിരുന്നത്. ഇവർക്കൊരു കൈത്താങ്ങൽ. മോള് അവിടെ പോയി, മോളായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടൊരു കൈത്താങ്ങായിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഇനിയിപ്പോ ബോഡിയൊക്കെ വരണം. അതിനൊക്കെ ആയിട്ട് വീട്ടുകാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ കുവൈറ്റിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ബിൻസിക്ക് ആങ്ങളെയാണോ ഉള്ളത്? ഒരു ബ്രദറുള്ളൂ. മൂത്തത് ഇളയതോ? അയാളെ ബീച്ചിലെ താഴെയാ. എന്ത് ചെയ്യുന്നു? അവൻ വിദേശത്താണെന്നാണ് അറിവ്. ഇപ്പൊ അവരുടെ കുടുംബം സാമ്പത്തികമായ അത്യാവശ്യം ലെവലിലൊക്കെ ആയിരുന്നോ? സാമ്പത്തികമായിട്ട് ബിൻസി പോയ പിന്നെ ഉള്ള ഒരു മെച്ചപ്പെടൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ബിൻസി പോയ മെച്ചപ്പെടൽ എന്ന് പറഞ്ഞാൽ അവന്റെ പത്ര വീട്ടിലേക്കുള്ള ഹെൽപ്പാണല്ലോ അതിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ബിൻസിയുടെ സഹായത്തിലാണ് ഇപ്പൊ ഈ കുടുംബം ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. കാരണം കുവൈറ്റില് 2 പേർക്കും നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാരണം അതിന്റെ ഒരു ഭാഗം മോളെ അയച്ചു കൊടുക്കാറുണ്ട് വീട്ടിലേക്ക്. പിന്നെ കുട്ടികളെ അവിടെ നിർത്തി പഠിപ്പിക്കുമ്പോഴും പിള്ളേർക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ആയിട്ട് മൊത്തത്തിൽ കൊടുത്ത് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആസ്ട്രേലിയക്ക് പോകാനായിട്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ പെട്ടെന്ന് വിചാരിതമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണേ. ഇപ്പൊ കുവൈറ്റിൽ നിന്ന് വേറെ പുള്ളി ഇവളെ കുറിച്ച് കൂട്ടുകാര് മറ്റ് ആൾക്കാരോടൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അവളെ ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ പല വാർത്തകൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഡൽഹിയിലെ വെച്ച് പഠിച്ച കാലത്താണ് ഇവരുമായി കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടുന്ന സമയത്ത് പിന്നെ വീട്ടിലൊന്നും ഉണ്ടായില്ല. പുള്ളിക്കാരി പഠിച്ച് ജോലിയൊക്കെ സമ്പാദിച്ച് അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇവനൊരു ലൈഫ് പാർട്ണറാക്കി പിക്കപ്പ് ആക്കണമെന്ന് പുള്ളിക്കാരത്തേക്ക് ഒരു ദൃഢ നിശ്ചയം ഉണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് ഇവനെ വളർത്തിയതും കൊണ്ടുപോകുന്നല്ല. വീട്ടുകാരൊന്നും വിവാഹത്തിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ എന്നത്തേക്കായിരിക്കും മൃതദേഹം വരാൻ സാധ്യത എന്നറിയാമോ? മൃതദേഹം 2-3 ദിവസത്തേക്ക് എത്തുന്നതാണ്. അവിടെ കുറെ പ്രൊസീജിയർ ഉണ്ടല്ലോ. നമ്മുടെ അവിടുത്തെ കൂട്ട് പാർട്ടിക്കാർ വിളിച്ചു പറഞ്ഞൊന്നും അവിടെ നിന്ന് പെട്ടെന്ന് പോരൽ നടക്കൂലല്ലോ. അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ വേണം. ഇപ്പൊ ഇംഗ്ലണ്ടിൽ നാളെ ഇവിടെ ഒരുത്തം മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞാൽ ബോഡി ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നെ മാത്രമല്ല മറ്റൊക്കെ ഈ കൊലപാതകത്തിന്റെ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാതെ അവിടെ നിന്ന് ബോഡി കൂടി വിടൂലല്ലോ. ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും ഇതിൽ സംശയമോ അല്ലെ അവർ പരാതിക്കായിട്ട് പോലും പോകുന്നുണ്ടോ അറിയാമോ? വീട്ടുകാർക്ക് പരാതിക്കുമെന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നമാണല്ലോ മെയിനായിട്ട്. അവനൊരു പെട്ടെന്ന് കോപിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് മുൻകോപമുള്ള ഒരു ഇതൊക്കെയാ. ഇവളൊക്കെ കൂടെ കൂടി ഇവനൊന്ന് നിലനിൽപ്പായി കഴിഞ്ഞപ്പോ ഇവന് ഇച്ചിരി സ്വഭാവമൊക്കെ മാറ്റി ഭയങ്കര ഒരു ക്ഷിപ്രകോപിയും ഫുൾ പവർ അവന്റെ കൺട്രോളിലേക്കൊക്കെ പോകുന്ന ഒരു വിധേയത്വം ഇല്ലാത്തവനായിട്ട് മാറിയെന്നാണ് അറിവ്. അതാണ് അതിന്റെ മെയിൻ കാരണം. പിന്നെ ഉള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ വീട്ടുകാരുടെ. കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയോ? പിള്ളേരൊന്നും അറിയിച്ചിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച കുവൈത്തിൽ പൊതു അവധിയായതിനാൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടന്നെന്നാണ് സൂചന. മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിൽ എത്തിച്ചേക്കാം. സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിൽ നഴ്സാണ്. ഇളയ സഹോദരി സുമി ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നുണ്ട്. നിലവിൽ ഇരുവരുടെയും മൃതദേഹം സൂരജിന്റെ കണ്ണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. മകളെ അറുത്തുകൊന്നവനോടൊപ്പം സംസ്കരിക്കുവാൻ എന്തുകൊണ്ടാണ് ബിൻസിയുടെ മാതാപിതാക്കൾ അനുവദിക്കുന്നതെന്ന് അറിയില്ല. ആ കുഞ്ഞുങ്ങൾ ഇവരോടൊപ്പം ഇല്ലായിരുന്നത് നന്നായി. അല്ലെങ്കിൽ ഒരുപക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ജീവനും അപകടത്തിലാകുമായിരുന്നു. ഇതുവരെ ആ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കൾ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ആളുകൾ ഒഴുകിയെത്തുന്നത് എന്തിനാണെന്നും അവർക്കിതുവരെ മനസ്സിലായിട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.